നമുക്കിനി കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ ഒരു വിശേഷത്തിലേക്കാണ്. അത് കുറേ 2021 മുതൽ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ്, അഡ്മിനിസ്ട്രേറ്ററാണ് ഭരിക്കുന്നത്. വൻ സാമ്പത്തിക തട്ടിപ്പ് നടന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്. തൃശ്ശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഇന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 2 സീറ്റുകളിൽ LDF എതിരില്ലാതെ വിജയിച്ചിട്ടുണ്ട്. അവിടെ ഇടതുമുന്നണിയും BJPയും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നത്? ശ്രീജിത്ത്, കോൺഗ്രസ് പറയുന്നത് വീണ്ടും അഴിമതിയുടെ ഒരു ഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം മത്സരിക്കുന്നത് എന്നാണ് അവരുടെ ആക്ഷേപമുള്ളത്. BJP ആകട്ടെ ഈ ഒരു അവസരം മുതലെടുക്കണം, ഇടതുപക്ഷത്തിനെതിരെ ശക്തമായ പ്രചരണം നടത്തേണ്ടതുണ്ട് എന്നൊരു തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവരും ആ ഒരു ഘട്ടത്തിൽ ഒരു മത്സരത്തിലേക്ക് അവർ കടന്നു വന്നിരിക്കുന്നത്. പക്ഷേ 2 സീറ്റിൽ എതിരില്ലാതെ 2 സീറ്റ് മത്സരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. 2 സീറ്റിൽ എതിരില്ലാതെ ഇടതുപക്ഷം LDF വിജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇടതുപക്ഷത്തിൻ്റെ ഒരു യുവമുഖമായ ശ്രീലാലിനെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റാണ്, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തെ മുൻനിർത്തിയാണ് ഈ ഒരു മത്സരം നടന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വിജയപ്രതീക്ഷ? വലിയൊരു തട്ടിപ്പൊക്കെ നടന്നു, അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനറാണിപ്പോൾ. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? ബാങ്കിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ബാങ്കിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നല്ല നിലയിൽ തന്നെ വിജയിക്കും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം 3 അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റികളാണ് ഈ കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുള്ളത്. 3 അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റികളും ഓരോ കാലം കഴിയുന്തോറും ഇത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനൊരു നിക്ഷേപം തിരിച്ചുപിടിക്കാൻ ആവശ്യമായ നടപടി, ഈ പോയ പൈസ ലോണുകൾ തിരിച്ചുപിടിക്കാൻ, അതൊക്കെ എത്രത്തോളം നമുക്ക് കഴിഞ്ഞു ഈ ഒരു സമയങ്ങളിൽ? അത് ഇപ്പോൾ ഞങ്ങൾ പുറത്തു വിട്ടിട്ടുള്ള കണക്കുകൾ തന്നെ ഓൾറെഡി മാധ്യമങ്ങൾക്ക് തന്നെ തന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 169 കോടി രൂപയുടെ നിക്ഷേപം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പൂർണ്ണമായി എന്നുള്ള അർത്ഥത്തിലല്ല, ഇനിയും ഒരുപാട് നിക്ഷേപം കൊടുക്കാനുണ്ട്. 259 കോടി രൂപ ഇനി ബാലൻസ് ഉണ്ട്. പക്ഷെ മുഴുവൻ നിക്ഷേപം തിരിച്ചു കൊടുത്താൽ ഒരു സ്ഥാപനം നിലനിൽക്കില്ലല്ലോ. നിക്ഷേപം കൊടുക്കുന്നതോടൊപ്പം തന്നെ വരുന്നുണ്ട്, വലിയ അളവിലല്ല, ചെറിയൊരളവിൽ നിക്ഷേപം വരുന്നുണ്ട്. അതുപോലെ തന്നെ ലോണുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ്. ലോൺ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ബാങ്കിൻ്റെ ഒരു സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്കാണ് മാക്സിമം നന്നായി നടക്കുന്നത്. BJP മത്സരിക്കുന്നുണ്ട്, കോൺഗ്രസ് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അതെ, കോൺഗ്രസ് ബഹിഷ്കരിച്ചു. അതിനൊരു മറ്റത്തൂർ മോഡലാണോ എന്നുള്ള സംശയവും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അത് ഉന്നയിച്ചിട്ടുണ്ട്. അഴിമതി നടത്താൻ LDFന് വേണ്ടിയിട്ടൊരു തെരഞ്ഞെടുപ്പ് നടത്തുന്നൊരു ആക്ഷേപമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്നത്. അത് അവർ രണ്ടും LDF ഭരണസമിതി വന്നാൽ അഴിമതി ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. അതവർക്ക് ഇങ്ങനെ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഉന്നയിക്കാന്നല്ലാതെ അതിലൊരു കഴമ്പൂല്ല. കാരണം ഇടതുപക്ഷം എന്നുള്ള നിലയിൽ വളരെ നല്ല നിലയിൽ ഈ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കരുവന്നൂർ എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന വ്യാപകമായി തന്നെ കേൾക്കുന്ന സമയത്ത് അതൊരു ഏറ്റവും വലിയൊരു കണ്ണീർ കാഴ്ച എന്നൊക്കെ പറയാം. CPMന് അതൊരു നെഞ്ചിടിപ്പ് കൂടിയാണ്. അത് ആ ഒരു പേരുദോഷം മാറ്റാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? ഉറപ്പായിട്ടും. ഇപ്പം തന്നെ ഞങ്ങൾ അതിൻ്റെ നല്ല പരിശ്രമത്തിലാണ്. അതൊരു വെറും വാക്ക് പറയണതല്ല. കാരണം പഴയ തിരിച്ചു കിട്ടാത്ത ലോണുകളാണ് ഏറ്റവും പ്രധാനം. തിരിച്ചു കിട്ടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തായാലും കരുവന്നൂർ അതിന് എങ്ങനെയൊക്കെ പറയാൻ നോക്കിയാലും കേരളം ഞെട്ടിയ ഒരു കൊടി അഴിമതിയായിരുന്നു. കൊടി അഴിമതി എന്ന് പറഞ്ഞാൽ കാശുള്ളവന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതല്ല. ഈ പറയുന്ന ഉറുമ്പ് അരിമണി കൂട്ടി വെക്കുന്ന പോലെ കൂട്ടി വെച്ച പാവങ്ങളുടെ നിന്ന് പണം അടിച്ചു മാറ്റിയ ഒരു ദുരന്ത കാഴ്ചയായിരുന്നു കരുവന്നൂർ. അപ്പോൾ അവിടെ ഇലക്ഷൻ നടക്കുന്നു, ഇലക്ഷൻ നടക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.